അപ്പോൾ ഹേ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ പുതിയ ഗെയിമിംഗ് റൂമിലാണുള്ളത്. നമ്മുടെ ഈ റൂമിൽ മറ്റേ എൻ്റെ ഒരു ലാമ്പ് ലൈറ്റ് ഉണ്ട് ഗൈസ്. ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ, അതായത് അങ്ങനത്തേനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇപ്പം അത് കംപ്ലൈൻ്റ് ആണ്. അപ്പം പിന്നെ ഇത് വിജയിൻ്റെ ലാസ്റ്റ് സിനിമ എന്നാണ് പറയുന്നത്. ഞാൻ വിജയിൻ്റെ 5-6 സിനിമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിജയിൻ്റെ സിനിമ ആണൊക്കെ മനസ്സിലാവുന്നത്. യാ ഗൈസ്, എന്തായാലും ലെറ്റ്സ് വാച്ച് ദിസ്. സൗണ്ടൊക്കെ ഫുള്ളല്ലേ? ഓക്കെ, ഞാൻ കണ്ട സിനിമ മറ്റേ അങ്ങനത്തെ ചില സിനിമ ഞാൻ കണ്ട 5-6 സിനിമ കണ്ടിന്. അതിലൊറ്റ സിനിമ മാത്രമാണ് ഹൈപ്പിനൊത്ത് വരാണ്ടിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ കണ്ട ബാക്കിയുള്ള എല്ലാ 6 സിനിമ ഞാൻ കണ്ടിന്. അത് 6ൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല. ബട്ട് അതിലേത് ഒരു സിനിമ മാത്രം എക്സ്പെക്റ്റേഷൻ്റെ അത്ര വന്നിട്ടില്ല. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട്. അത് ഭയങ്കര ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ബാക്കിയുള്ള എല്ലാ മൂവിയും കിടിലായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് മൂവിയാണ്. ആൾ ഒരുപാട് മൂവി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ 6 കണ്ടിട്ടുള്ളൂ. എന്തായാലും നമുക്കിതിൻ്റെ ഇതുവരെ ഒന്നിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഇതെന്തുകൊണ്ട് ഇത്ര ലോങ്, അതായത് ഇത് ലോങ് എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഞാൻ എൻ്റർടൈൻമെൻറ്റ് കോമഡി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട്, അതായത് എനിക്ക് റെക്കോർഡ് ചെയ്ത് തരാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ആ സാധനം വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന വെച്ചാൽ പാടാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എടുക്കാട്ട് അതിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് പോയി. അപ്പോൾ ഇനി അത് റെഡിയാക്കണം. അത് എന്തെല്ലോ സാധനം വെച്ച് ഒട്ടിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ഞാനിപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്തായാലും ലെറ്റ്സ് വാച്ച് ഇറ്റ്. ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ഇന്നാണ് എനിക്കിതിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ടീസറും കണ്ടിട്ടില്ല. എന്തായാലും പ്ലോട്ടൊന്നും അറിയില്ല. എനിക്ക് എന്നാലും ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് പ്ലോട്ട് അറിയായിരിക്കുമല്ലോ ചിലപ്പം. ഇത് പിന്നെ ഈ ഫോൺ അത്ര ക്വാളിറ്റി ഉള്ള ഫോണിലല്ല ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതത്ര ക്വാളിറ്റി ഉള്ള ഫോണിൽ. അപ്പോൾ ഇതിൻ്റെ എത്ര സൗണ്ട് കേൾക്കും എന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ അതൊന്ന് പറയാം. சூப்பர்மேன் மூவியானா? சம்பவம்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் புலி மாதிரி வளரும். இந்த வருஷமாவது അത് നമ്മളെ മറ്റേ പ്രേമലു സിനിമയിൽ അഭിനയിച്ച നടിയല്ലേ, എനിക്കത് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയിലും ഇവൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ട് എന്നല്ല, മിക്കവാറും ഒരു ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് അഭിനയിക്കുക. ആ ഒരു സീനില്ലേ മറ്റേ അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ അവളുടെ ചോരയൊക്കെ ഉള്ള അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ആരോ പോസ്റ്ററായിട്ട് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മലയാള നടിയാണ്. ബട്ട് ലുക്കൊക്കെ കാണുമ്പോഴും എനിക്കൊരു മലയാള സിനിമയായിട്ട് തോന്നില്ല. അപ്പോൾ ഏതാ സിനിമ എന്ന് അറിയിട്ടില്ല. ഇപ്പം 5-6 സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമ ജനനായകനാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. ഇവളൊരു വിജയിൻ്റെ ആ സിനിമയിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് അഭിനയിക്കുന്നത് സിനിമയിൽ. പിന്നെ വിജയിൻ്റെ ഞാൻ ബാക്കിയുള്ള സിനിമ കണ്ടുകൊണ്ട് പറയാണ്, എനിക്കൊന്ന് അടിപൊളി ആക്ഷന് വിജയിൻ്റെ സിനിമ ബെസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാനധികം ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളായിരിക്കും കൂടുതൽ വിജയിൻ്റെ സിനിമയും കണ്ടിട്ടുണ്ടാവുക. വില്ലന് ഇതിന് നല്ലൊരു റോൾ തോന്നുന്നു കേട്ടോ. വില്ലൻ അതായത് പോലെയല്ല, നല്ല മാരക വില്ലനായിരിക്കും. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்தி സിനിമയിൽ വില്ലനാണോ നായകനാണോ? വിജയ് ജനനായകനില്
കാരണം കുറേ പാവപ്പെട്ട ആൾക്കാർ അടിക്കുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ സീനിൽ ആള് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതുകൊണ്ട് നായകനാണോ വില്ലനാണോ എന്ന് തിരിയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇരുന്നിട്ടുണ്ടാവും, കാരണം ടീസർ കണ്ടവർക്കൊക്കെ ഇതിൻ്റെ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം അതൊക്കെ നോക്കുന്ന ആൾക്കാർക്ക്, വിജയിൻ്റെ ഇതൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പ്ലോട്ട് അറിയായിരിക്കില്ല. അപ്പം നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ പ്ലോട്ട് എന്ന്, വിജയ് നായകനാണോ വില്ലനാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കണ്ടതിൽ ഒരുവിധം എല്ലാം നായകനായിരുന്നു, വില്ലൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചല്ല, 1-2 ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് மொத்த ஐயோப்பியனுங்களும் உண்டா நிற்கிறாங்க, அவங்க ஜெயிக்கக்கூடாது. നായകനും വില്ലനും രണ്ടുമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഈ ഡേറ്റിലാണ് കാണുന്നത്. அவனை உயிர்த்தெழ முடியாத சிலுவையில் அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்றேன். எவ்வளோ இருந்தாலும் சரி. ആള് പഴയ ലുക്കിൽ പുതിയ ലുക്കാണല്ലോ ഗൈസ്. ചില സീനിനകത്ത് ആള് മറ്റേ ഒരു പ്രായം കുറഞ്ഞൊരു ലുക്കിൽ വരുന്നു. ചില സീനിൻ്റെ ആള് മറ്റേ താടിയൊക്കെ വെള്ളത്താടി വെച്ച സീനിൽ വരുന്നു. അതായത് ഇടയ്ക്ക് വെള്ളത്താടി വെച്ചിട്ട് ഇടയ്ക്ക് നല്ല പ്രായം കുറഞ്ഞ രീതിയിൽ ആ മീശ മാത്രം വെച്ചിട്ട് എന്താ സംഭവം എനിക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മളിതിൽ ചെറിയ രീതിയിലുള്ള എടുക്കണം, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்குறானா? സൂപ്പർ ഹീറോ മൂവി റോബോട്ട്, ഇതൊന്നും അൾട്രോൺ എന്നല്ല, സൂപ്പർ ഹീറോ മൂവി തന്നെയാന്ന് തോന്നുന്നു റോബോട്ടൊക്കെ. ബട്ട് വിജയ് ആയതുകൊണ്ട് സൂപ്പർ ഹീറോ മൂവിയാണോന്ന് എനിക്കൊരു ഡൗട്ട്. ജനുവരി 9 ഇന്നിപ്പോ ജനുവരി 9 ഓക്കെ. അപ്പോൾ ജനുവരി 9 പടം റിലീസ്. എന്തായാലും നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് കമൻറ്റ് ചെയ്യാം. ജനുവരി 9 മൂവി ഇറങ്ങുന്നത്. എന്തായാലും ഐ തിങ്ക് ഒരു കിടിലൻ മൂവി ആകാനാണ് ചാൻസ്. എന്തായാലും ബേബി കിടിലൻ മൂവി ആയിരിക്കാം. എന്തായാലും ജനുവരി 9 റിലീസ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ 7 കണ്ട പറഞ്ഞതെന്ന് തോന്നുന്നത്, എന്തോ മിസ്റ്റേക്കാണ്. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ സ്ക്രീനിൽ. അപ്പോൾ ജനുവരി 9 റിലീസ്. എന്തായാലും കിള്ളം പടാവാനാണ് ചാൻസ്. ബട്ട് ഞാൻ കാണാനുള്ള ചാൻസ് കുറവാകുണ്ട്, റിവ്യൂ വരാനുള്ള ചാൻസും കുറവാണ്. നിങ്ങളെന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും കിള്ളം പടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാവർക്കും ബൈ പീസ. എനിക്ക് എന്തായാലും ട്രെയിലർ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. എല്ലാവർക്കും ബട്ട് പ്ലോട്ട് അറിയില്ല കേട്ടാ. അപ്പോൾ ബൈ.